ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വൈകുന്നേരം ആയപ്പോൾ നല്ല മഴയൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരം ആകുമ്പോൾ കാറ്റും മഴയും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് റീൽസ് എടുക്കാനൊന്നും പറ്റണില്ല. അപ്പോൾ ഇതേ മഴ പെയ്തിട്ട് മണ്ണിൻ്റെ ഒരു മണവും കൂടി ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ളൊരു മഴയാണിത്. കാരണം നല്ല ചൂടാണല്ലോ ഇപ്പോൾ. അപ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനും കുളിരാകും. നല്ല കുളിരായിട്ടുള്ളൊരു മഴയാണ് കേട്ടോ അപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. കാറ്റൊന്നുമില്ല, അതുപോലെ ഇടിവെട്ടും കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു മഴയാണിപ്പോൾ പെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ വർക്കിനായിട്ടും പോകും. ആദിക്കുട്ടൻ അംഗൻവാടിയിലായിട്ട് പോകും. അവന് അംഗൻവാടിയിൽ കഞ്ഞിയുണ്ട്. ഞാൻ പിന്നെ എനിക്ക് കടയിൽ നിന്നാണ് ഭക്ഷണം. അനിയണ്ണൻ ഇവിടെ ഇല്ല. അനിയണ്ണൻ വേറൊരിടത്ത് വർക്കിനായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പം ചോറ് ഉച്ചയ്ക്കുള്ള നമ്മൾ ആരും ഇല്ലാത്തത് കൊണ്ട് വൈകുന്നേരമാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ ഇതേ വൈകുന്നേരം വന്നിട്ട് ഞാനിപ്പോൾ ഇതേ ചോറിന് തീ കത്തിച്ച് ചോറ് വേകാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കറി എന്ന് പറയുന്നത് മീനാണുള്ളത്. കുറച്ച് മത്തിയുണ്ട്. ഇന്നലെ 50 രൂപയ്ക്ക് മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2-3 ദിവസത്തേക്കായിട്ട് വയ്ക്കാൻ ഞാനും ആദ്യക്കൂട്ടനും മാത്രമേ കഴിക്കാനുള്ളൂ. അപ്പം മീൻ കുറച്ച് ഞാൻ എടുത്ത് വെച്ച് ബാക്കി കുറച്ച് എടുത്തമിക്കായിട്ട് കൊടുത്തു. അപ്പം കുറച്ച് മീൻ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. ഇന്നലെ വറുത്തിട്ട് ആദ്യക്കൂട്ടന് ചോറ് കൊടുത്തു. അപ്പോൾ അവനെ വറുത്തതിനോടൊക്കെയാണ് ഇത്തിരി താല്പര്യം കേട്ടോ. മീൻ വറുത്തത്, ഉരുളക്കിഴങ്ങ് വറുത്തത്, പപ്പടം വറുത്തത്, ഇങ്ങനെയൊക്കെയാണ് അവന് ഇഷ്ടം. അതൊക്കെ കൊടുത്താൽ അവൻ ചോറ് കഴിക്കില്ല, അവൻ ചോറ് കഴിക്കില്ല. ഉള്ളി വറുത്തത് അങ്ങനെയൊക്കെ അവന് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് മീൻ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ വറുത്തോ അല്ലെങ്കിൽ കറി വെച്ചിട്ടൊന്നും അവൻ കഴിക്കാറില്ല. ഇപ്പോൾ ഇന്നലെ ഞാൻ വറുത്തപ്പോൾ മിനിഞ്ഞാന്ന് വറുത്തപ്പോൾ ഇത്തിരി ചോറ് കഴിച്ചായിരുന്നു. ഇന്നലെ വറുത്തിട്ട് കൊടുത്തപ്പോൾ അങ്ങനെ കഴിച്ചില്ല. ഇന്നും അതൊക്കെ തന്നെയാണ്. മീൻ വറുത്തിട്ടാണ് ചോറ് കൊടുക്കാമെന്ന് കരുതിയിരിക്കുകയാണ് ഞാൻ. ഉറക്കം വരുന്നുണ്ട് കേട്ടോ. വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എനിക്കും ഗ്യാസ് കയറിയിട്ട് വയ്യ. സാമ്പാർ കഴിച്ചിട്ടാണ് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഗ്യാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ചോറ് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ കിടക്കാൻ കരുതി. അനിയണ്ണനൊന്നും ഇല്ലാത്തത് കൊണ്ട് രാത്രിയൊന്നും എനിക്കങ്ങനെ ഉറക്കമേ വരുന്നില്ല. ഇന്നലെ 12 മണി വരെ എനിക്ക് ഉറക്കം വന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എങ്ങനെയൊക്കെയോ. 4 മണിക്ക് എഴുന്നേറ്റു. കണ്ണ് തുറന്ന് കിടക്കുന്നല്ലാണ്ട് പണി ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ 6 മണിക്കാണ് എഴുന്നേറ്റത്. പിന്നെ മുറ്റമൊക്കെ അടിച്ച് കുളിച്ച് ദോശയൊക്കെ ഉണ്ടാക്കി ആദ്യക്കൂട്ടിന് കൊടുത്ത് പെട്ടെന്ന് റെഡിയായിട്ട് ഒന്ന് അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞിട്ട് വർക്കിനായി പോയിട്ട് ആദ്യക്കൂട്ടിന് അംഗൻവാടിയിൽ കൊണ്ടാക്കി 3 മണിയാകുമ്പോൾ തിരിച്ച് വിളിച്ചും കൊണ്ടുവന്നു. ഇന്ന് അങ്ങനത്തെ ദിവസമായിരുന്നു കേട്ടോ. ടാറ്റാ.